കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ. രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കി യോഗം വിളിച്ച് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഓൺലൈനായാണ് സർവകലാശാലയുടെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാഡമിയുടെ യോഗം ചേർന്നത്. ഉമേഷ് ബാലകൃഷ്ണന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ VC രജിസ്ട്രാർ തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ്, VCയുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? രജിസ്ട്രാർ എന്ന നിലയിൽ ഇപ്പോഴും KS അനിൽകുമാർ അവിടെ ഓഫീസിൽ എത്തുന്നുണ്ടോ? അപ്പം തന്നെ ഈ മീറ്റിംഗ്, ഇന്ന് നടന്ന ഓൺലൈൻ മീറ്റിംഗ്, അത് എന്തിനായിരുന്നു? അതിൽ മിനി കാപ്പൻ പങ്കെടുത്തു, രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ, അല്ലേ? തീർച്ചയായും ബ്രിജിന്, നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാല രജിസ്ട്രാറും സർവകലാശാല വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 3 തവണ 3 വിഷയങ്ങളിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയുള്ള നീക്കം, മോഹൻ കുന്നുമേൽ നടത്തിയ നീക്കവും പരാജയപ്പെട്ടിരുന്നു. ഏറ്റവും അവസാനം ഇന്നലെ നടത്തിയത് മോഹൻ കുന്നുമേൽ രജിസ്ട്രാറുടെ കാർ തിരികെ പിടിച്ച് അതിൻ്റെ താക്കോൽ മിനി കാപ്പനെ ഏൽപ്പിക്കാനുള്ള നീക്കമായിരുന്നു. അതും പരാജയപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുപ്രകാരം ഗ്ലോബൽ സ്റ്റഡി അക്കാദമിക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി 93 വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ വിവിധ കോളേജുകളിൽ ഈ നോളജ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായി അഡ്മിഷൻ നൽകാനുള്ള പദ്ധതിയായിരുന്നു. 2600ഓളം വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, അറബ് രാജ്യങ്ങൾ, ശ്രീലങ്ക, മാലി തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്ത 93 വിദ്യാർത്ഥികൾക്ക് ഇന്നിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ ഓൺലൈനായിട്ടാണ് VC യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ രജിസ്ട്രാറായി പങ്കെടുത്തത് KS അനിൽകുമാർ അല്ല, മിനി കാപ്പനാണ്. ഡോക്ടർ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ആ യോഗത്തിൽ ഈ 93 വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി കീഴിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ, വിവിധ കോളേജുകളിൽ പഠിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു. എന്തായാലും മറ്റൊരു നീക്കം, അതായത് ഫയൽ മൂവ്മെൻറ്റുകളൊന്നും നടക്കുന്നില്ല, സർവകലാശാലയുടെ ഭരണം സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അടക്കം, അതിൻ്റെ അപേക്ഷകളടക്കം തീരുമാനമാകാതെ കിടക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെല്ലാം ഒരുപക്ഷെ ഈ ഒരു തീരുമാനം, അതായത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ രജിസ്ട്രാറെ കടക്കാൻ ഒരു കാരണമായിട്ടുണ്ടാകാം. എന്നാലും അപ്പോഴും രജിസ്ട്രാർ VCക്ക് കാരണമായിട്ടുണ്ടാകാം. അപ്പോഴും VC മോഹൻ കുന്നുമേൽ ഈ സർവകലാശാലയിൽ നേരിട്ടെത്തുന്നില്ല. 18 ദിവസം കഴിയുകയാണ് മോഹൻ കുന്നുമേൽ സർവകലാശാല നേരിട്ട് കണ്ടിട്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഓൺലൈൻ യോഗം ചേർന്ന് KS അനിൽകുമാറിനെതിരെയുള്ള നീക്കം നടത്തുമ്പോഴും നേരിട്ട് മോഹൻ കുന്നുമേൽ സർവകലാശാലയിൽ എത്തുന്നില്ല എന്ന വിമർശനവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പ്രജിൻ. യെസ്, സുമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.